ജില്ലാ കാസർഗോഡാണ്. സഹോദരന്മാരെ, ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് ആ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത്. കാരണം ഒരു ഉസ്താദ് നമ്മുടെ ആദം നബിയുടെ ബാപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മുജാഹിദിൻ്റെ ആളുകൾ അത് ഉസ്താദിന് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ കഴിയുമെങ്കിൽ സുന്നത്തി ജമാഅത്തിനെ എത്തി കാണിക്കാൻ എന്നൊക്കെ ഉദ്ദേശിക്കാം. ഏതായാലും അതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ വേണ്ടി നമ്മൾ നമ്മളെ ആ ഉസ്താദ് പറയുന്ന ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് അല്ലാഹു തആല ആദ്യമായി പടച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. തെറ്റ്. ആദ്യത്തെ മുവഹ്ഹിദ് മുഅ്മിൻ നബി തങ്ങളാണ്. തെറ്റ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമായി അല്ലാഹുവിനെ പുകഴ്ത്തിയത് മുത്തുനബിയാണ്. തെറ്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അപ്പുറം ഒരാളില്ല. അല്ലാഹുവിന്റെ റസൂലിനെ കവച്ചു വെക്കുന്ന ഒരാൾ വേറെ ഇല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയാണ് നബി തങ്ങൾ. അതുകൊണ്ട് തന്നെ ഇമാം ഹലബിയെ പോലുള്ളവർ പറയുന്നു, അയിമത്ത് പലരും പറയുന്നു, ആദം നബി അലൈഹിസ്സലാം മനുഷ്യകുലത്തിന്റെ ഉപ്പയാണെങ്കിൽ മുത്തുനബി തങ്ങൾ മനുഷ്യകുലത്തിന്റെ വലിയുപ്പയാണ്. അന നബിയും വആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അല്ലാഹു എന്നെ നബിയാക്കിയിരിക്കുന്നു. നബിയുനാ റസൂലുള്ളാഹി. ആദ്യത്തെ സൃഷ്ടി റസൂലുള്ളാഹി തങ്ങളാണ്. ആദ്യത്തെ സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കണ്ടില്ലേ? അതായത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ബാപ്പയാവാൻ അർഹതപ്പെട്ട ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലെങ്കിൽ ആദം ബാപ്പയല്ല, ആദം ബാപ്പനേക്കാൾ മുമ്പേ സൃഷ്ടിച്ച മുഹമ്മദ് നബി ആണ് ആദമിൻ്റെ ബാപ്പ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. യാഥാർത്ഥ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചതിൻ്റെ ചെറിയൊരു പിഴവ് മാത്രം എന്നുള്ളതാണ്. സംഭവം യഥാർത്ഥത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന പോലെ സിരിയും തന്നെയാണ്. എങ്ങനെ സിരി? എൻ്റെ ജീവിതത്തിൽ ഞാൻ മതപ്രസംഗം കേൾക്കാൻ പോകുന്ന സ്വഭാവമുള്ള ആളായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞതും നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും മറ്റൊരു രൂപത്തിലും ഭാവത്തിലും വായിപ്പോയി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആദം ബാപ്പയ്ക്കും മുന്നേ പ്രവാചകനെ സൃഷ്ടിച്ചു എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് എങ്ങനെ യാഥാർത്ഥ്യം? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ ആദം നബി അലൈഹി സ്വലാം കുറഞ്ഞ നാളിന് ശേഷം ഒന്ന് അള്ളാഹു തആലയുടെ അർശ കുർസൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് സന്ദർശിച്ച് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, വന്നോളൂ, എൻ്റെ അർശ കുർസൊക്കെ കണ്ടോളൂ എന്ന് അള്ളാഹു തആല പറഞ്ഞപ്പോൾ ആദം നബി അലൈഹി സ്വലാം ഒന്ന് അർശ കുർസൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ആ പോയ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ഹർഷ് സന്ദർശിക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഹർഷിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ട് കാണുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ച് കണ്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, എല്ലാ റബ്ബേ, ഞാനാണ് മനുഷ്യകുലത്തിൻ്റെ ബാപ്പ എന്ന് പറഞ്ഞല്ലോ, പക്ഷേ ഇതെന്താ ഇവിടെ ഒരു മുഹമ്മദിൻ്റെ പേര് എഴുതി കാണുന്നു എന്ന് അള്ളാഹു തആലയോട് ആദം നബി അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ അള്ളാഹു തആല പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതാണ് ഇതിൻ്റെ ഈ കാതലായ വർഷം. അള്ളാഹു തആല പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ 3000 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ പ്രകാശത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിൽ നിന്നാണ് ഞാൻ ഈ സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്. അതായത് ഈ അവസാന ഘട്ടത്തിൽ ഈ ലോകത്തേക്ക് വരാൻ വേണ്ടി പോകുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ദൗത്യം കൊണ്ട് ഈ ലോകത്ത് പല കാര്യങ്ങളുടെ ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി അത് അവിടെ കൊണ്ടെന്ന് മാത്രമല്ല, ഞാൻ സൃഷ്ടിക്കുന്ന എല്ലാ പ്രവാചകന്മാരെയും ഉന്നസ്ഥാനങ്ങളിലേക്ക് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് പല ദൗത്യങ്ങളും നിർവഹിക്കാൻ അർഹതപ്പെട്ടവരായിട്ടുള്ള ഒരു പ്രവാചകനെ ഞാൻ ഈ മുഹമ്മദ് എന്ന് പറയുന്ന സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് 3000 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ മുഹമ്മദിൻ്റെ പ്രകാശത്തെ ഞാൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രകാശത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഞാൻ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹു തആല മറുപടി കൊടുക്കുകയും
എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ ആദമിനോട്, ഈ മുഹമ്മദിനെ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ആദമേ നിന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഈ പറഞ്ഞതാണ് ആ ഉസ്താദ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ ബാപ്പയാവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹൻ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ അതവിടെ അത് അവതരിപ്പിക്കാതെ കൊണ്ട് എന്ത് പറ്റി, ഉസ്താദിൻ്റെ മനസ്സിലത് വെച്ചിട്ട് ബാക്കി ഉള്ളത് അവതരിപ്പിച്ചപ്പോൾ കേൾക്കുന്ന ചില ആളുകൾക്കും ചില മുജാഹിദിൻ്റെ ആളുകൾക്കൊക്കെ അറിവില്ലാത്ത ഉസ്താദും അല്ലെങ്കിൽ ഈ ദീനിനെ പസാദാക്കുന്നതും ഫിത്നയാക്കുന്നതും ഉസ്താദുമാരായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞ പോലെ ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാ പ്രവാചകരിൽ നിന്നും ഉന്നതനായ ഒരാളെ ഞാൻ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. ആ സൃഷ്ടിച്ച ആ പ്രവാചകനിൽപ്പെട്ട ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ഈ ദുനിയാവിൽ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന ദൗത്യം പോലെ തന്നെ പല ദൗത്യങ്ങളും നിർവഹിച്ചു. ദീനിനെ പൂർത്തീകരിച്ചിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് അന്ത്യപ്രവാചകൻ പോയി. അത് മാത്രമല്ല, അല്ലാഹു തആല ആദ്യം പറഞ്ഞ പോലെ എല്ലാ പ്രവാചകന്മാരെയും ഉന്നതിയിലേക്ക് വെക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നാളെ മഹസറയിൽ ഹൗദുൽ ഹൗസിൽ കോരിത്തരാനെ ഭാഷപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ റസൂലിനാണ്. നമ്മൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ അർഹതപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അങ്ങനെ ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിൽ വെച്ചിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞ അതേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ് പറഞ്ഞത് അള്ളാഹു, ഞാൻ ആദമേ ഈ മുഹമ്മദിനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും, നിന്നെ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പം 3000 വർഷങ്ങൾക്ക് മുമ്പേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രകാശത്തിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതാണ് ഈ ഉസ്താദ് പറഞ്ഞത്. ആദം നബിൻ്റെയും ബാപ്പ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം മുന്നേ സൃഷ്ടിച്ചത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതാണ്. പക്ഷെ അവതരണത്തിൽ എന്ത് പറ്റി, ഇത് പറയാത്തത് കൊണ്ട് എന്തായെന്ന് വെച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പയാക്കിയിട്ട് വെച്ച്, ആദം നബി അലൈഹി സ്വലാമിനെ മുന്നേ മുഹമ്മദ് നബിനെ സൃഷ്ടിച്ചു എന്ന് വെച്ച്, അങ്ങനെ ദീനിൻ്റെ ഇടയിൽ വിശ്വാസത്തിൻ്റെ ഇടയിൽ കള്ളം പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നു ആക്കി. ഇപ്പോൾ അത് ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉസ്താദ് പറഞ്ഞ കാര്യമാണ് ശരി. പക്ഷേ നമ്മൾ ബാപ്പായിട്ട് കാണുന്നത് ആദം നബി അലൈഹി സ്വലാമിനെ ആണെങ്കിലും ആ ഉസ്താദ് ഉദ്ദേശിച്ചത് ഈ 3000 കൊല്ലം മുമ്പേ പ്രകാശത്തെ സൃഷ്ടിച്ച് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉസ്താദ് പറഞ്ഞത് നമ്മളെയൊക്കെ എല്ലാവരെക്കാളും മുന്നേ സൃഷ്ടിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്ന് പറഞ്ഞ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ ആ തെറ്റിദ്ധാരണ വന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ അല്ലാഹു തആല പറഞ്ഞ വാക്കുണ്ടല്ലോ, അതവിടെ ഉൾപ്പെടുത്തിയില്ല. അത് ഉൾപ്പെടുത്താതെ കണ്ട് ഉസ്താദിൻ്റെ മനസ്സിലത് വെച്ചുകൊണ്ട് മുപ്പത് അങ്ങനെ അവതരിപ്പിച്ചു. കേൾക്കുന്നവർക്ക് എന്തായി, ആദം നബി അലൈഹി ഇസ്ലാമിന് മുമ്പിൽ നബിനെ സൃഷ്ടിച്ചിനോ എന്ന് ചിലപ്പോൾ അറിവില്ലാത്ത അല്ല മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ജനങ്ങൾക്ക് ചിലപ്പോൾ സംശയത്തിന് പല രൂപത്തിന് സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ സൃഷ്ടിക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകമേ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ 3000 വർഷങ്ങൾക്ക് മുമ്പേ ഈ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രകാശത്തെ സൃഷ്ടിച്ചു വെച്ചു എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ ആദം നബിനെ മുമ്പേ സൃഷ്ടിച്ചത് മുഹമ്മദ് നബി തന്നെയല്ലേ. പ്രകാശത്തെ സൃഷ്ടിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബിനെ സൃഷ്ടിച്ച പോലെ തന്നെ ആയില്ലേ. പക്ഷെ സംസാരത്തിൽ സംഭവിച്ചത് ഉസ്താദ് ഉദ്ദേശിച്ചത് അങ്ങനെ ആവാനുള്ള സാഹചര്യം പോലും അർഹത പോലും പ്രവാചകന് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഈ 3000 വർഷങ്ങൾക്ക് മുമ്പേ, ആദമിനേക്കാളും 3000 വർഷങ്ങൾക്ക് മുമ്പേ സൃഷ്ടിച്ച ആ പ്രകാശത്തെ സൃഷ്ടിച്ച് വെച്ചു എന്ന് പറഞ്ഞ് ആ കാരണത്തിലാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഉസ്താദിൻ്റെ തെറ്റല്ല വന്നിട്ടുള്ളത്. കാണുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഞാനൊരു പണ്ഡിതനൊന്നുമല്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനെ പറയുമ്പോൾ ഉസ്താദ് നിങ്ങൾ തെറ്റുപറ്റിയെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. യഥാർത്ഥത്തിൽ ഈ പ്രവാചകനെ സൃഷ്ടിക്കുന്നില്ലായിരുന്നെങ്കിൽ അല്ലാഹു തആല ലോകത്തിനെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതുമാത്രമല്ല ഈ ദുനിയാവിലും ആഖിറത്തിലും ഒക്കെ അല്ലാഹു തആലയുടെ റസൂലിന് ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാണ്ടായിരുന്നു. മറ്റ് പല പ്രവാചകന്മാർ അനുഭവിക്കാത്തതും ചെയ്യാൻ പറ്റാത്തതൊക്കെ പ്രവാചകൻ ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മളെ ദീനെ ഏൽപ്പിച്ചിട്ട് പോയി. അതിന് ശേഷം പിന്നെ ദൗത്യം തീരുന്നില്ല. നാളെ മഹസറയിലും ഈ 1,24,000 പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിലും വന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ദൗത്യം തീരാതെ ഇനിയും ബാക്കിയുള്ള ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബിയാണ് നമുക്ക് നാളെ ശഫാഅത്ത് ചെയ്യേണ്ടത്. ആ നബി തന്നെയാണ് നമുക്ക് ഹൗദുൽ കൗസർ കോരി തരേണ്ടത്. ഇങ്ങനെയുള്ളൊരു ചരിത്രമുള്ള പ്രവാചകനെ അല്ലാഹു തആല സൃഷ്ടിച്ചതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് മനുഷ്യ സൃഷ്ടിയിൽ എങ്ങനെയായാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അപ്പം അവതരണത്തിൽ മാത്രം കേൾക്കുന്നവർക്കും പറഞ്ഞ ആൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിഴവ് വന്നെന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ തന്നെയാണ് ആദ്യം സൃഷ്ടിച്ചത്. അത് അല്ലാഹു തആലയുടെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മളതിൽ ചർച്ചാ വിഷയമാക്കരുത്. ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കുവാനും
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ മുത്തുനബിയുടെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാനും അള്ളാഹു താല തൗഫീഖിയിട്ട് നമുക്ക് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ കാണുന്നവരും കേൾക്കുന്നവരും എന്നെയും എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകളെ തിരുത്തുക. കണ്ടമാൻ നമ്മളിതിനെ വാദപ്രതിവാദം നടത്തരുത്. ഇങ്ങനെയുള്ള സംഭവമുള്ളതിനെ അദ്ദേഹം അവതരിപ്പിച്ചതിനെ പിഴവ് വന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നത് തെറ്റുകൊണ്ട് ക്ഷമിക്കണം. എനിക്ക് പിടിക്കാൻ വേണ്ടി കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീട്ടിൽ കാണുന്നവർക്ക് എല്ലാ അസ്സലാമു അലൈക്കും.